ഞാനെന്നാ പോയിട്ട് വരട്ടെ. എവിടാ? നാടകത്തിന്. നാടകത്തിനാ? ആ, ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ? നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് കണ്ണൂര് നാടകം ഉണ്ടെന്ന്. കണ്ണൂരിലെ നാടകം കഴിഞ്ഞ് നീ ഇവിടെ വരുമ്പോ എന്നെ കണ്ണീരാണോ നിനക്ക് കാണേണ്ടത്? അല്ലേ ഏട്ടാ, ഞാൻ ശരിക്കും പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് നാടകമുണ്ട്, കണ്ണൂരാണ് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നിനക്ക് ആദ്യ രാത്രിയാണോ വലുത്, അതോ നിനക്ക് നാടകമാണോ വലുത്? ചേട്ടാ എനിക്കിപ്പോ രണ്ടും വേണം. ഇപ്പം നാടകത്തിൽ ഇന്ന് പോയി ഞാൻ കളിച്ചിട്ട് നാളെ രാത്രികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് ഒരുപാട് രാത്രികളുണ്ടല്ലോ. നാടകം ഇനി ഏതെങ്കിലും അമ്പലപ്പറമ്പിലും എവിടെയെങ്കിലും പോയി കളിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ മനസ്സ് തുറക്കുന്ന ഒരു ദിവസമല്ലേ ഈ ആദ്യ രാത്രി. അല്ല ഏട്ടാ, ഇന്ന് തന്നെ പോണോ? ഏറ്റ നാടകത്തിന് പോയില്ലെങ്കിൽ അത് നീ വിളിച്ചു പറ, നീ ഇന്ന് വരുന്നില്ല എന്ന് പറ. നമ്മുടെ ആദ്യ രാത്രി നമ്മള് കാത്തിരുന്ന ദിവസമല്ലേ? കണ്ടോ ഞാൻ എന്തോരം പുഷ്പങ്ങൾ അലങ്കരിച്ചേക്കണം. അതല്ലേ ഏട്ടാ, ഏറ്റ നാടകത്തിന് പോയില്ലെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. ഒന്ന് മാറ്റി വെച്ചൂടെ? അയ്യോ അങ്ങനെ മാറ്റി, ഞാൻ ചെന്നില്ലെങ്കിൽ നാടകം നടക്കത്തില്ല. എത്ര ജീവിതങ്ങൾ പട്ടണി വന്നത് ചേട്ടൻ അറിയത്തില്ല. ചുമ്മാരിയേട്ടാ ഞാൻ ഒറ്റക്കുള്ള ജീവിതം അടുത്തിട്ടാണ് എന്റെ അമ്മയുടെ അച്ഛന്റെ പേര്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ ജീവിതത്തിന് സമ്മതിച്ചത്. വീണ്ടും എന്നെ നീ ഒറ്റപ്പെടുത്തുകയാണ്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? നീ ആയിരിക്കണ സംഭവം കണ്ടില്ലേ? പാലോ? പാല് ഇന്ന് നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ അത് മോര് തൈരാവും, തൈര് വെണ്ണയാവും, പിന്നെ നെയ്യാവും. ആ നെയ്യ് ഒഴിച്ച് എന്നെ അങ്ങോട്ട് കത്തിക്കും. ചേട്ടൻ ഞാൻ അകത്തുനിന്ന് പാല് കുടിച്ചത്, ചേട്ടൻ വേണമെങ്കിൽ ഈ പാല് കുടിച്ചോ. ഒറ്റക്ക് കുടിക്കാനല്ല, മനസ്സ് തുറന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് പാലൊക്കെ കുടിച്ച് ഇവിടെ എങ്ങനെ ഇരിക്കാം. അതിനുള്ള സമയം ഇല്ല ചേട്ടാ, എനിക്കിപ്പോ കണ്ണൂർ വരെ എത്തണ്ടേ. നീ എങ്ങനെയെങ്കിലും അതൊന്ന് ക്യാൻസൽ ചെയ്യും. നമ്മുടെ ആദ്യ രാത്രിയിലേക്ക് നീ വാ. അങ്ങനൊന്നും പറയരുത് ചേട്ടാ, അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. നാടകം കളിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഇത് എന്തൊക്കെയാണ് ഈ സുപ്രജി പറഞ്ഞ? ആൾക്കാരെന്ത് വിചാരിക്കുന്നു? ചേട്ടാ സ്റ്റേജിൽ ഞാൻ നാടകം കളിക്കുന്ന കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? സ്റ്റേജിൽ നീ നാടകം കളിക്കണ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഇന്ന് മുതൽ നീ എന്റെ ഭാര്യയാണ്. നീ ഞാൻ പറഞ്ഞ അനുസരിക്കണം. നീ നിന്നെ ആരെങ്കിലും തൊടുന്നതും പിടിക്കുന്നതും നിന്റെ അടുത്ത് വരുന്നതും കൊഞ്ചിക്കൊഴയണതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതാണല്ലേ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ചേട്ടന് സംശയമാണ്. സംശയമല്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പൂജയ്ക്ക് വന്ന ആ പൂജാരിയെ നിങ്ങൾ എന്തും പറഞ്ഞിട്ടാ ഓടിച്ചത്? അങ്ങനെ ഒരു ദക്ഷിണ പോലും മേടിക്കാതെ ഓട്ടമായിരുന്നു. ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ നമ്മൾ തമ്മിൽ ഹസ്തദാനം ചെയ്താൽ പോരെ? അതിനിടയിൽ നടുക്ക് പൂജാരിയുടെ കയ്യുവിന്റെ കാര്യം എന്തിനാ? അയാളൊരു പൂജാരിയല്ലേ? അത് ഒന്നും രണ്ട് പ്രാവശ്യമല്ല, കുറെ നേരം പുള്ളി നിർത്തി. അതാ ഞാൻ പുറകിലേക്ക് വിളിച്ചിട്ടുണ്ട് പുള്ളിയുടെ കൈ പിടിച്ച് മലത്തിയത്. ചേട്ടാ ഇങ്ങനൊന്നും തുടങ്ങരുത്, ഭയങ്കര മോശം കേട്ടോ. നീ അവരുമായിട്ടുള്ള ഈ ബന്ധമൊന്നും വേണ്ട. നീ നാടകം വേണ്ട. നീ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇന്നലെ വരെയൊക്കെ നീ അങ്ങനെയൊക്കെ അടിപ്പാടിയൊക്കെ കൊണ്ടുവരണ്ട. പക്ഷെ ഇനി നിന്നെ ആരും തൊടുന്നതും തോണ്ടുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമല്ല. അതൊഴിച്ചു നീ ബാക്കി എന്ത്? അതെന്താന്നറിയോ ചേട്ടാ, പുറത്ത് നാടകം വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടിട്ട്. എന്നെ ചേട്ടൻ ഒന്ന് വിട് ചേട്ടാ, പോയിട്ട് റിഹേഴ്സൽ ഉള്ളതാ. ശരി, ഇന്നൊരു ദിവസം മാത്രം നീ പോയിക്കോ. നാളെ പോലും പോകും. അവര് പുറത്ത് നിൽക്കണമെങ്കിൽ അവരെ വിളിക്കും. അല്ല, അവരെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? അവരെ വിളിച്ചൊരു കാപ്പി കൊടുത്തു വിട്ടേക്ക്. വെറുതെ എന്തിനാണ് കാപ്പി കൊടുത്തു വിടാനോ? പിന്നെ ഞങ്ങൾക്ക് പോണ്ടേ കണ്ണൂര് വരെ? റിഹേഴ്സൽ ഉണ്ട്, വണ്ടിക്കകത്തിരുന്ന് റിഹേഴ്സൽ. വണ്ടിക്കകത്തുള്ള ഒരു റിഹേഴ്സൽ ഞാൻ സമ്മതിക്കൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്തേച്ചാൽ മതി. ഇവിടെ റിഹേഴ്സൽ ചെയ്യാനോ? എന്തായാലും ഞാനിന്ന് കൂടെ വരും, നിന്റെ അടുത്ത് ഞാനിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മതി. എനിക്കത് അത് സഹിക്കാൻ പറ്റില്ല. ഞാൻ അവരെ വിളിച്ചിട്ട് പിന്നെ നാടക റിഹേഴ്സൽ ഇവിടെ മതി. ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ആദ്യരാത്രി ആയിട്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു. കിടക്കുവാണോ? ഞാനിവിടെ ഭയങ്കര ക്ഷീണോടാ. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ക്ഷീണമാണ്, ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു മാട്ടോ ലോഡ്ജ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി കിടന്നുറങ്ങും. അയ്യോ ഇല്ല, അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ചുമ്മാ ഞാൻ ചുമ്മാ അലങ്കാരികമായിട്ടൊന്ന് പറഞ്ഞതാണ്. ഇന്ന് ഞങ്ങൾക്ക് നാടകമുണ്ട്, കണ്ണൂരാണ്. ഇന്ന് ഒഴിവാക്കി തന്നൂടെ? ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം. അയ്യോ പറ്റില്ല. പ്രധാന താരമാണ്, നായികയാണ്. റിഹേഴ്സൽ നമുക്ക് പോവാം. അല്ലല്ല, റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, റിഹേഴ്സൽ ഇവിടെ അല്ല, വണ്ടിയിൽ വെച്ചാണ് റിഹേഴ്സൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അതങ്ങോട്ട് തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ ശരി, നമുക്ക് റിഹേഴ്സൽ ഡയലോഗ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ കാമുകൻ കാണുന്നു. കാമുകനും കാമുകിയും വേണ്ട, ഒരു സഹോദരൻ അവിടെ ഇരിക്കട്ടെ. റിഹേഴ്സൽ ഒന്നും നടത്തണം. ഞങ്ങൾ ഇതെങ്ങനെയും നടത്തി ഒന്ന് തട്ടേക്കേറട്ടെ. ഇടയ്ക്കൊന്നും പറയല്ലേ പ്ലീസ്. ഒരു കലാകാരനെ നൊമ്പരം മനസ്സിലാക്കി പ്ലീസ്. നാടകം ആരംഭിക്കുന്നു. ദേവനന്ദയുടെ വീടിന്റെ മുന്നിൽ കാമുകർ എത്തുന്നു. ഓക്കെ ദേവനന്ദ, ഞാൻ പോകുന്നു. ദേവനന്ദേ, ഞാൻ പോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പൊയ്ക്കോ, അവൾ ഇവിടെ നിക്കട്ടെ. ചേട്ടാ മിണ്ടല്ലേ ചേട്ടാ, നിന്റെ പേര് പോലും അറിയില്ല. നിന്റെ വിവാഹം നിശ്ചയിച്ച അവരുടെ കഥാപാത്രമാണ് ചേട്ടാ ദേവനന്ദ എന്നത്. അവരുടെ പേര് സുപ്രജയെന്നാണെന്ന് എനിക്കറിയാം ചേട്ടാ. പ്ലീസ് പ്ലീസ്. ദേവനന്ദേ, ഞാൻ പോകുന്നു. അപ്പോട്ടൻ എവിടെ പോന്നു? നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഞാൻ അറിഞ്ഞു. നിശ്ചയം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലം മുതൽ ഞാൻ നിന്റെ കൂടെ നിഴലായി അലഞ്ഞിരുന്നു.
അന്നൊക്കെ ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമായിരുന്നു. അന്നൊക്കെ ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമായി. അപ്പൊ നിങ്ങൾ നേരത്തെ തമ്മിൽ ബന്ധമുണ്ട്. പണ്ട് മുതലേ നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവുക. എന്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ചതാ. ഹർഷ, promise, please. ഞാനത് ഓർക്കുന്നു ഇന്നലത്തെ പോലെ. ഞാനത് ഓർക്കുന്നു അപ്പോട്ടാ, ഞാനത് ഓർക്കുന്നു. അന്ന് നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആഹാ, അപ്പൊ ഒരു കുട്ടിയുണ്ട്. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അത് എവിടെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ചേട്ടാ പ്ലീസ്. ഒരു ചുമന്ന നിറത്തിലെ പാവക്കുട്ടി. ഞാൻ ഓർക്കുന്നു ദേവനന്ദ. ഇന്നെന്റെ സ്വപ്നങ്ങളെ രണ്ടായി മുറിച്ച് കീറി നീ മറ്റൊരാളുടെ ഇന്നെന്റെ സ്വപ്നങ്ങളെ രണ്ടായി മുറിച്ചു കീറി നീ മറ്റൊരാളെ വിവാഹം വരിക്കാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നു. ഇതൊന്നും കാണാൻ ഇനി ഞാനില്ല. ഇതൊന്നും കാണാൻ ഇനി ഞാനില്ല. ഞാൻ നിനക്ക് വേണ്ടി മേടിച്ച താലിയാണത്. ഞാൻ നിനക്ക് വേണ്ടി മേടിച്ച താലിയാണ്. ഞാൻ കെട്ടിയ താലിയാണ് അവിടെ കഴുത്തേ കിടക്കണത്. പോകുമ്പോഴേ ഞാനിത് കടലിലേക്ക് ഞാൻ ഈ കടലിലേക്ക് ഉപേക്ഷിക്കും. ഒപ്പം എന്റെ സ്വപ്നങ്ങളും എന്റെ മോഹങ്ങളും. അപ്പോട്ടാ പോവരുത്. അപ്പോട്ടാ പോവരുത്. അപ്പോട്ടാ അടുത്ത് വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. പോവരുത്. അപ്പോട്ടാ ഇതിന്റെ ഒരു 5 നിമിഷം എന്റെ തോളത്ത് കിടന്ന് ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ, ഒരു 5 നിമിഷം അവിടം വരെ എത്തി നിങ്ങളുടെ ബന്ധം. ചിരിച്ചല്ല, കരഞ്ഞതാ. എനിക്ക് മനസ്സിലായി സുപ്രജ, ഇതൊരു ചതിയായിരുന്നു. അച്ഛനെല്ലാം കേട്ടു. അച്ഛനാണ് ഈ വിവാഹം ഉറപ്പിച്ചത്. ആരേത്? അച്ഛനാണ് ഈ വിവാഹം അപ്പൊ നിശ്ചയിച്ചത്. നിന്റെ അച്ഛനല്ലേ നമ്മുടെ കല്യാണം നടത്തി തന്നു? റിഹേഴ്സലാണ് ചേട്ടാ. നാടകത്തിലെ അച്ഛന്. അതിനൊരു ആർഭാടങ്ങളും ആർപ്പുവിളിയും ആരവങ്ങളും ഒന്നും വേണ്ട. എന്റെ മോക്ക് നീ കൊണ്ടുവന്ന താലി അവിടെ കഴുത്തെ കെട്ട. അച്ഛാ, അനുഗ്രഹം മേടിയത്. അച്ഛന്റെ അനുഗ്രഹം മേടിയത്. അച്ഛാ. അവക്കേ ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അവൾ എഴുന്നേറ്റോളൂ. കൈ പിടിക്കണ എന്തിനാ? അവൾ എഴുന്നേറ്റ്. എന്റെ പൊന്ന് ചേട്ടാ, ഒടുവിലുണ്ണി കൃഷ്ണന്റെ പ്രായമുള്ള മനുഷ്യനായിട്ട് അഭിനയിക്കുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ പ്രായമാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു KP ഉമ്മറിന്റെ സ്വഭാവം കിടപ്പുണ്ട്. മോളി ശോഭേ, അത് നീ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാനാണ് ദൈവം എനിക്ക് കണ്ണും കാതും മൂക്കും തന്നിട്ടുള്ളത്. ആ എന്റെ മുമ്പിലാണ് ഈ വിശ്വാസവഞ്ചന മുഴുവൻ കാണിക്കണത്. ഒരു മിനിറ്റ്, ഇപ്പൊ തീരും നാടകം. അല്ല, ഇതിപ്പോ തീരും. ഈ ബന്ധം ഇപ്പൊ തീരും. ഡയലോഗ് ഇടുക. എനിക്കാരെയും നോക്കാനില്ല. ഞാൻ താലി ചാർത്തുന്നു നിന്നെ. ആരുടെ അടുത്തിന്? ദേവനന്ദയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തുന്നു. ദേവനന്ദയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തുന്നു. ഉണ്ട്. തയ്യാറാണോ നീ? അതെ അപ്പോട്ടാ. അവന്റെ തലയിലിട്ട് അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും വിശ്രമം. വിശ്രമം ഒന്നും വേണ്ട. എന്തായാലും ഇത്രത്തോളമായി കാര്യങ്ങളെല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞു. അവരോട് ഒരു അവസരവും വേദിയാണ് നിങ്ങൾ ഒരുക്കിയത്. അതിന് അവള് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. നാടകം നിങ്ങൾക്ക്, എനിക്ക് ജീവിതമായിരുന്നു. ഇനിയിപ്പോ എത്രത്തോളം ആയ സ്ഥിതിക്ക് ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കല്യാണം കഴിച്ച് താലിമാല ഇട്ടു. ഇനിയൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോയിക്കും. ഇനി വേണ്ട. മനസ്സിലാക്ക്, ഇത് ആരാന്നറിയാമോ? ജീവിതം കൂടി കൂട്ടിക്കൊഴക്കല്ലേ ചേട്ടാ? അത്ര സെറ്റപ്പ് ഇനി വേണ്ട, നമുക്ക് ശരിയാവൂല. നിങ്ങൾക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണ്ടായിരുന്നു. ജീവിതത്തിലെ ഭർത്താവ് ചേട്ടൻ തന്നെയാണ്. നാടകം വേറെ, ജീവിതം വേറെ. നാടകമില്ല, ജീവിതം ഇല്ല. മനസ്സിലാക്കേട്ടാ. നിങ്ങൾക്ക് നാടകമായിരിക്കും. ഞങ്ങളുടെ സഹോദരിയാണ് ചേട്ടാ. ഞങ്ങളുടെ സഹോദരിയുടെ കല്യാണ ദിവസമാണെന്ന് ഞങ്ങൾ സഹോദരിയാണോ ഒറ്റ കെട്ടത്? ചേട്ടാ, അത് നാടകത്തിലല്ലേ ചേട്ടാ? 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് അവസാനിച്ചു. നിനക്ക് 2 മണിക്കൂർ കഴിഞ്ഞാൽ അവസാനിക്കും. എന്റെ ജീവിതം അവസാനം വരെ ഉണ്ടാകും. ചേട്ടാ, ആദ്യം പണത്തിന്റെ അധികം എന്തെങ്കിലും സംസാരിക്കുക. എന്റെ ചേട്ടാ, ഇവിടെ 10ാം വയസ്സിൽ തുടങ്ങി ഞങ്ങളുടെ നാടക സമിതിയിലുള്ള കുട്ടിയാണ്. ആദ്യം എന്റെ മകളായിട്ട് അഭിനയിച്ചു. ഇപ്പൊ അവള് വളർന്നു വലുതായപ്പോ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു, എന്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എന്റെ മുത്തശ്ശിയായിട്ട് അഭിനയിച്ചു. ഇന്ന് ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. അതെ, ഇതൊക്കെ ഇത് സ്വാഭാവികല്ലേ? നാടകമല്ലേ? ഓരോ വർഷങ്ങളും നാടകം വരുമ്പോ കഥാപാത്രങ്ങൾ മാറി വരും. അതും ഇതും ജീവിതമായിട്ട് താരതമ്യം ചെയ്യില്ല ചേട്ടൻ. മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. ഇരിക്കും, ഒന്ന് കൂളായി. അപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് പോവാം. ഞങ്ങക്ക് നാടകം എന്ത് സമയം പോയി ചേട്ടാ. പ്ലീസ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്നൊന്ന് പറ. ഞാനത് ആകെ ഒരു വിഷമത്തിലായി പോയി. ഇത് ഓക്കെ ആണെങ്കിൽ ക്ഷമിച്ചു എന്നൊന്ന് പറ അവരോട്. ഓക്കെ, അത് ഞാനത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയി. പക്ഷെ ഒരു കാര്യം ചെയ്യും, ഇന്നത്തെ നാടകം നടക്കട്ടെ. ഈ കൊറോണ കഴിഞ്ഞിട്ട് ഞാനൊരു 10 നാടകം ആ 10 നാടകം അങ്ങോട്ട് കളിച്ചു തന്നേക്കാം. ഞാനും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നാടകം ഒന്നും പറഞ്ഞൊരു സംഭവം ഇവിടെ കേൾക്കരുത്. പുള്ളിയുടെ അഭിപ്രായം പുള്ളി പറഞ്ഞു. എന്താ തീരുമാനം? എന്റെ തീരുമാനം ഞാൻ പറയട്ടെ. എനിക്ക് ഇനി ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ല. എന്താന്നറിയ, ഞാനൊരു കലാകാരിയാ. കല കൊണ്ട് ജീവിക്കുന്നവള്. എന്നെ മനസ്സിലാക്കാനും എന്റെ കൂടെ നിൽക്കാനും കഴിയാത്ത ഒരു ഭർത്താവിനെ ഇനി എനിക്ക് വേണ്ട. ആണ്